അമ്മിൻ്റെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചെയറാണ്. ഇതിന് ടേബിളാക്കി ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയം കൂടി ചെയ്യാനുള്ളൊരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു മീനെ വളർത്താനുള്ള ഒരു അക്വേറിയം കൂടി ഇതിനുള്ളിൽ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ ഉള്ള ആളുകൾക്ക് ആ പഴയ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നല്ലൊരു രീതിയിൽ തന്നെ എല്ലാവരും ആ പഴയ ഓർമ്മകളിലേക്ക് എൻ്റെ ഈ മ്യൂസിയത്തിൽ എത്തുമ്പോൾ ആകുന്നുണ്ട്. പിന്നെ പുതിയ തലമുറയ്ക്ക് പഴയ കാലത്ത് ഇങ്ങനെ ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ലക്ഷ്യമായിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്നൊരു വരുമാനത്തിൽ ചെറിയൊരു ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾ, പ്രാദേശികമായി വരുന്ന അസുഖം ബാധിച്ചു കിടക്കുന്നവർക്കൊക്കെ ചെറിയൊരു സഹായം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ മ്യൂസിയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് 6 വർഷം കൊണ്ട് ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ശേഖരിച്ചതുമാണ്. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും എൻ്റെ മ്യൂസിയം നിറഞ്ഞിട്ടില്ല. ഇനിയും എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. പുരാവസ്തുക്കളായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ എനിക്ക് പല സുഹൃത്തുക്കളും പല വീടുകളിൽ നിന്ന് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗകര്യക്കുറവ് ഒരു വിഷയമാണ്. അപ്പോൾ അല്ല ഒന്ന് ഈ ടെറസിൻ്റെ മേലെ തന്നെ വിപുലീകരിച്ച് ഒന്ന് സൗകര്യമാക്കിയെടുത്താൽ എനിക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും എൻ്റെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കും. ഇവിടെ ഗതാഗതത്തിന് ചെറിയ തടസ്സമുള്ളത് കൊണ്ട് ആളുകൾ കൂടുതൽ കയറി തുടങ്ങിയിട്ടില്ല. പക്ഷേ കയറുന്നവർ കൂടുതൽ സമയം ഇതിൻ്റെ ഉള്ളിൽ ചെലവഴിക്കുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇത്രയും നാളത്തെ എൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഒരു തൃപ്തി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറുന്ന ആളുകൾ വളരെ സമയമെടുത്ത് ഓരോന്ന് കണ്ട് ഓരോന്ന് ചോദിച്ച് അവർ പഴയകാലങ്ങൾ ഓർമ്മകൾ പങ്കുവെച്ചൊക്കെ പോകുമ്പോൾ എനിക്കതിൽ വലിയൊരു സന്തോഷം തന്നെ. ഇവിടെ കാണുന്നതിൽ ഏറ്റവും പഴക്കമുള്ളത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു മൺകൂജയാണ്. അത് നമ്മുടെ ആശുപത്രികളിലെല്ലാം ചില ആളുകൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഇത് തികച്ചും മണ്ണിൽ സിമെൻറ്റിൽ ചെയ്തിട്ടുള്ളൊരു കൂജയാണ്. 3 ലെയറിൽ വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മണ്ണിൻ്റെ ഒരു ഫിൽറ്റർ, വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന ഒരു വസ്തുവാണിത്. പിന്നെ വരുന്ന ഇങ്ങനെ ഭാഗം ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ബ്രിട്ടീഷ് മേയുടെ അടക്കമുള്ള ലെറ്ററും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതിൽ കാണുന്നതിൽ 3 എണ്ണം ഒറിജിനലായിട്ടുള്ള പെട്രോൾ മാക്സ് ആണ്. ബാക്കി 2 എണ്ണം ഞാൻ അതേപോലെ പായ്വസ്തുക്കൾ വെച്ചുണ്ടാക്കിയതാണ്. ഇത് പറയുന്നത് മിക്സിൻ്റെ ജാറുകൾ, അത് ആ പാർട്സുകൾ മിക്സിൻ്റെ ജാറിൻ്റെ ഒഴിവാക്കുന്ന ഭാഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫോണുകൾ കാണുന്നത് 1, 2, 3, 4 ഫോണുകൾ ഒറിജിനലാണ്. ഇതെല്ലാം ഞാൻ പായ്വസ്തുക്കൾ വെച്ച് അതുപോലെ ഉണ്ടാക്കിയതാണ്. ഇതൊരു ടേബിളാണ്, നമുക്ക് സുഖമായി ഇരിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയിൽ ബൈക്കിൻ്റെ വീലിൻ്റെ റിമ്മ്, പിന്നെ ചില വാഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ഡിസ്കുകൾ, കച്ചവടക്കടയിൽ നിന്ന് കച്ചവടമില്ലാതെ കിടക്കുന്ന പഴയ ചട്ടികൾ, വണ്ടിൻ്റെ വീൽ റിമ്മ്, അതുപോലെ സൈക്കിളിൻ്റെ റിമ്മ്, ഫോണിൻ്റെ സ്റ്റാൻഡ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഡ്രമ്മിൻ്റെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചെയറാണ്. ഇതിന് ടേബിളാക്കി ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയം കൂടി ചെയ്യാനുള്ളൊരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു മീനെ വളർത്താനുള്ള ഒരു അക്വേറിയം കൂടി ഇതിനുള്ളിൽ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഇത് തയ്യാറെടുപ്പിലാണ്. അക്വേറിയം കൂടി ആക്കിയെടുക്കണം. ഇതും ഒരു ഡ്രമ്മാണ്, ഡ്രം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മേലെ കാണുന്ന ഈ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ കാല് തുടക്കാൻ ചവിട്ടി വീട്ടിന് ഫ്രണ്ടിലൊക്കെ ഇടുന്ന ആ ഒരു സാധനം. ഇതൊരു പായ്വസ്തുവായിട്ട് തന്നെ കിട്ടിയതാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതാണ്.